സുഹൃത്തുക്കളെ, ഞാൻ വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോഴാണ് കാലിക്കറ്റ് സിറ്റി ഒന്ന് സന്ദർശിച്ചാലോ എന്നൊരു തോന്നൽ. കാരണം ഞാനിന്ന് പത്രം വായിച്ചപ്പോൾ കണ്ടു ഇലുമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിങ് ഹാർമണി കേരള ടൂറിസം. ഞാനിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി വെറുതെ കാലിക്കറ്റ് സിറ്റിനെ പറ്റിയിട്ട്. അപ്പോഴവിടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ഇലുമിനേറ്റിംഗ് ജോയ് അതിനെ പേരിട്ടിരിക്കുന്നത് സ്പ്രെഡിങ് ഹാർമണി കേരള ടൂറിസം എന്നാണ് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടാലോ എന്ന് തോന്നി. ഓക്കെ, നമുക്കൊന്ന് പോയാലോ. ഓക്കെ, ഞാൻ നിങ്ങളെ കോഴിക്കോട് സിറ്റി കാണാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ഇപ്പോൾ സമയം 7 മണി. സമയം 7 മണിയായി. നമുക്കൊന്ന് സിറ്റിയിലേക്ക് കടന്നു നോക്കാം. എന്തൊക്കെയാണ് നമ്മളെ കോർപ്പറേഷനും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും ഒക്കെ ജനങ്ങളെ ആനന്ദിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും വേണ്ടി ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് കാണാം. ഓക്കെ, കമോൺ. 2026 വരവേൽക്കാൻ ക്രിസ്മസിന് മുന്നോടിയായിട്ടാണ് ഇത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റും കോർപ്പറേഷനും ചെയ്യാറ്. ഞാൻ അവിടെ എത്തിയ സമയത്ത് ടൗണിൽ ഭയങ്കര തിരക്കായിരുന്നു. ഞാൻ വണ്ടി ദൂരെ നിർത്തി. എങ്ങനെയോ ഞാൻ ഇവിടെ മനാഞ്ചിറ സ്ക്വയറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ CSI ചർച്ച് ഞാൻ എല്ലാ വർഷവും ഇവിടെ സന്ദർശിക്കുന്നതാണ്. ഇവിടെ ദീപാലംകൃതമായിരുന്നു. ഇവിടെയും ഇലുമിനേറ്റിംഗ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കണ്ട് ആസ്വദിക്കാനും വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഞാനത് കുറേ നേരം അവിടെ ചിലവഴിച്ചു. അതെല്ലാം ക്യാമറയിൽ പകർത്തി. അകത്തുള്ള കാഴ്ചകളും പുറത്തുള്ള കാഴ്ചകളും അവരെ ക്രിസ്മസ് ആഘോഷങ്ങളൊക്കെ. ഇത് ഡിസംബർ 24 വൈകിട്ടുള്ള കാഴ്ചയാണ്. അപ്പോൾ 25 അവർ യേശുവിൻ്റെ പിറവിയായി ബന്ധപ്പെട്ടുള്ള ആഘോഷത്തിലായിരുന്നു. അതെല്ലാം വീക്ഷിച്ചു ആസ്വദിച്ചു അവരെ കൂടെ പങ്കുചേർന്നു. ഒരുപാട് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. അതിനുശേഷം ഞാൻ പുറത്ത് കടന്നു. പുറത്തുനിന്ന് CSI കത്തീഡ്രൽ, അതായത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്നാണ്. ഇതിന് പുറത്തു നിന്നുള്ള കാഴ്ചകളൊക്കെ അതിമനോഹരമായിരുന്നു. കുറേ കണ്ട് ആസ്വദിച്ചു, കുറേ വീഡിയോ എടുത്തു. അതിനുശേഷം റോഡിൻ്റെ അങ്ങേ സൈഡിൽ പോയി ദൂരെ നിന്നുള്ള വിഷ്വൽസും പകർത്തി. ഇത് നല്ലൊരു കാഴ്ചയായിരുന്നു, നല്ലൊരു അനുഭവമായിരുന്നു. അതിനുശേഷം ഞാൻ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് നടന്നു. ജനങ്ങൾ ഒഴുകുകയായിരുന്നു, ജനസാഗരമായിരുന്നു. എല്ലാ ഭാഗത്തും ട്രാഫിക് ബ്ലോക്കുകളാണ്. പോലീസുകാരൊക്കെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ട്. ഞാനങ്ങനെ പാർക്കിനുള്ളിൽ കയറി, സ്ക്വയറിനുള്ളിൽ കയറി. എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഈ തരത്തിലുള്ള മാല ബൾബുകളും തോരണങ്ങളും എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അവിടുത്തെ പരിചയപ്പെട്ടു. 2 മക്കളെ ചോദിച്ചു. അതിനുശേഷം ഞാൻ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അവിടെ എല്ലാവരും ഈ ഗവൺമെൻറ് പേരിട്ടിരിക്കുന്ന പോലെ സ്പ്രെഡിങ് ഹാർമണി, ഇലുമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിങ് ഹാർമണി എന്ന് പറയും പോലെ എല്ലാവരുടെ മുഖത്തും നല്ല കളിയും ചിരിയും സന്തോഷവും ആഹ്ലാദവും അലതല്ലുകയായിരുന്നു. കാരണം എവിടെ നോക്കിയാലും വിവിധ രീതിയിലുള്ള ഈ ബൾബ് കൊണ്ട്, ഈ തോരണങ്ങൾ കൊണ്ടുള്ള, ഈ കത്തുന്ന ബൾബുകൾ കൊണ്ടുള്ള തോരണങ്ങളും പല രീതിയിലുള്ള കലാപരിപാടി, ഇതൊരു കലാവിരുത് തന്നെയാണ്. നല്ല രസകരമായ രീതിയിൽ എല്ലാ ഭാഗത്തും അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ഫോട്ടോസ് എടുക്കുന്ന തിരക്കിലായിരുന്നു എല്ലാവരും. റീൽസ് എടുക്കുന്നുണ്ട് കുറേ ആൾക്കാർ. യൂട്യൂബിലേക്ക് ആവശ്യമായ റീൽസുകൾ, വീഡിയോസ്, ഫേസ്ബുക്കിലേക്ക് ആവശ്യമായ റീൽസുകളും ഷോർട്സുകളും എല്ലാം അങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. മത്സരിച്ച് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഒരുപാട് ക്യാമറകൾ ജോലി ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ആവശ്യമുള്ള രീതിയിലെല്ലാം അവിടുന്ന് പകർത്തി. ഇതാണ് മാനാഞ്ചിറ. അതിനുശേഷം ഞാൻ അവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി. അവിടെയും വ്യത്യസ്ത രീതിയിൽ ഇവിടെ ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ശരിക്കും ഇലുമിനേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് ഗംഭീരം തന്നെ. എല്ലാവരും നല്ല ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. 2026 വരവേൽക്കാനും ക്രിസ്മസ് ആഘോഷവും എല്ലാവരും ഒത്തുചേർന്നുണ്ട്. ഇതിൽ ജാതി മത ഭേദമന്യേ ഒന്നുമില്ല. ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ശരിക്കും ഇതിനെ പേരിട്ടിരിക്കുന്നത് അർത്ഥവത്തായി എനിക്ക് തോന്നുന്നു സ്പ്രെഡിങ് ഹാർമണി, അതായത് സാഹോദര്യം സ്പ്രെഡ് ചെയ്യാം ഉള്ള ഒരു. പിന്നെ ഞാൻ ആകർഷിത ഇവിടുത്തെ എല്ലാ വർഷവും പുതിയ പുതിയ തീമാണ് കൊണ്ടുവരാറ്. ഇവിടെ പ്രാവശ്യമുള്ളത് ഡ്രാഗൺ, ഒരു വ്യാളീൻ്റെ ഒരു രൂപം കണ്ടു. അതിന് ലൈറ്റെല്ലാം കൊടുത്ത് അതിൻ്റെ വാല് പോകുന്നത് കണ്ടില്ല, എത്ര ദൂരെയോട്ടാണ് പോകുന്നത്. ആൾക്കാർ ഇങ്ങനെ ചുറ്റി നടന്ന് അതിൻ്റെ ഫോട്ടോസ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഞാനും ഒരുപാട് സമയം ആസ്വദിച്ചു. എല്ലാവരും ഓടി നടന്ന ഫോട്ടോസും വീഡിയോസും എടുത്തുകൊണ്ടേയിരിക്കുന്ന കാഴ്ച വളരെ മനോഹരമായിരുന്നു. എല്ലാവരും മുഖത്ത് കാണുന്നത് പുഞ്ചിരിയും സന്തോഷവും ഒക്കെ തന്നെയാണ്. ഇവിടെ എത്തിയപ്പോൾ എല്ലാവരും എല്ലാം മറന്നു പോയിട്ടുണ്ടാവും, മറന്ന് ആഘോഷിക്കുകയാണ്. ഇവിടെ മറ്റൊരു രൂപം കാണാം.
ഇവിടെ എത്തുമ്പോൾ അതിൻ്റെ കളറ് മാറുന്നുണ്ട്, അതിൻ്റെ രൂപം മാറുന്നുണ്ട്. വളരെ വ്യത്യസ്തമായ രീതിയിൽ ആണ് ഇവിടെ എല്ലാം ഈ വർഷം ഒരുക്കി വെച്ചിരിക്കുന്നത്. എല്ലാ വർഷവും മാറാറുണ്ട്, ഇതിൻ്റെ രൂപങ്ങളെല്ലാം മാറാറുണ്ട്. ഇത് ഞാനും ഇങ്ങനത്തതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. കഴിഞ്ഞ വർഷം കണ്ടിരുന്നു, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ. ഇതേപോലെ മറ്റൊരു സ്ഥലത്തുണ്ട് പുതിയാപ്പ, അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാണാത്തവരത് കണ്ടോളൂ. അത് ഞാനും ഭാര്യയും കൂടി യാത്ര ചെയ്യുന്നതാണ്. അത് അതിമനോഹരമാണ്. കേരളത്തിൽ അങ്ങനത്തെ ഒരു ഇലുമിനേറ്റിംഗ് ഇല്ല എന്നാണ് പറയുന്നത്. അത് മറ്റൊരു സാഹോദര്യത്തിൻ്റെ കഥയാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഇത് വളരെ മനോഹരം. ഇവിടെ മറ്റൊരു ഭാഗത്ത് എത്തിക്കഴിഞ്ഞപ്പോൾ അതാ ഒരു ഇല കൊഴിയുന്ന രീതിയിൽ ഒരു മരം, അതിൻ്റെ മുകളിൽ ഇല കൊഴിയുന്ന രീതിയിലാണ് അതാ ലൈറ്റിംഗ് സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത്. ഇതും എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ തന്നെയാണുള്ളത്. അതിന് ദൂരെയുള്ള ദൃശ്യങ്ങളും അടുത്തുനിന്നുള്ള ദൃശ്യങ്ങളും സൂം ചെയ്തിട്ടും എല്ലാം ഞാൻ എടുത്തു നോക്കി. അതിമനോഹരമായിരുന്നു. ഇവിടെ ഒരു സിംഹത്തിന് അത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇതിനെയും കാണാൻ നല്ല ഭംഗി. പിന്നെ ദൂരെ നിന്ന് ഒരു മരം, അതിൻ്റെ ചില്ലകളും എല്ലാം എന്ത് മനോഹരമായ രീതിയിലാണ്, കലാപരമായ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇലുമിനേറ്റിംഗ് ജോയ്, സ്പ്രെഡിങ് ഹാർമണി, കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥവത്തായ വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൂരെ നിന്നുള്ള ആ ഡ്രാഗണിൻ്റെ ദൃശ്യം വളരെയധികം ആകർഷിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ആൾക്കാരെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നത്. ഇന്ന് 24-ാം തീയതിയാണ്, നാളെ 25. നാളത്തെ ഒഴുക്കിൻ്റെ കാര്യം പറയണ്ട. ഇവിടെ ഇതാ മഞ്ഞ് പെയ്യുന്നത് പോലെയാണ് അതിമനോഹരമായ രീതിയിൽ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ക്യാമറ താഴെ വെച്ച് നോക്കുമ്പോൾ ആകാശത്ത് നിന്ന് കൊള്ളിമീൻ വീഴുന്നത് പോലെ എന്ത് രസമായിരിക്കുന്നല്ലേ. അതിമനോഹരം, അതിഗംഭീരം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇതൊരു മരത്തിൻ്റെ മുകളിൽ ഏറ്റവും ടോപ്പിൽ ഉള്ള ലൈറ്റാണ്. അത് അവിടെ സ്ഥിരമായിട്ടുള്ള ലൈറ്റാണ്. അതിൻ്റെ കാഴ്ചയും നമ്മളധികം ആകർഷിക്കുന്നുണ്ട്, വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവിടുന്ന് പുറത്ത് കടന്നു, അതിനെല്ലാ കാഴ്ചകളും ഇങ്ങനെ പകർത്തിക്കൊണ്ടേയിരുന്നു. എത്ര അവിടെ നിന്നിട്ട് മതിയാകുന്നില്ല. ആ കണ്ട് വീണ്ടും വീണ്ടും ആസ്വദിക്കാനാണ് തോന്നുന്നത്. ഞാൻ ആരെങ്കിലും എന്നെ കൂടെ കൂട്ടാറുണ്ട്, ഗുരുക്കളോ ഭാര്യയോ ആരെങ്കിലും. ഇപ്രാവശ്യം ആരും കിട്ടിയില്ല, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അതുകൊണ്ട് സ്വന്തം ഞാൻ ആസ്വദിച്ചു. മറ്റുള്ളവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ആസ്വാദനം കുറച്ച് കൂടുമായിരുന്നേനെ, കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ കഴിയുമായിരുന്നേനെ. ഓക്കെ, എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം, ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.